വിൻറ്റൺ എന്നൊരു സ്മോൾ ടൗൺ. അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് റെഗുലർ പീപ്പിൾ നോർമലായിട്ട് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവരുടെ ലൈഫിനിടയിലേക്ക് എന്തിനാണ് ടൈം ട്രാവൽ എന്നൊരു കോൺസെപ്റ്റ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഇതിന് ഫലമായിട്ട് മൾട്ടിവേഴ്സ്, ഒരുപാട് ഓൾട്ടർനേറ്റ് ഡയമെൻഷൻസ്, ഒത്തിരി റിലേഷൻഷിപ്പ് പാരഡോക്സസ്, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഇവർക്കിടയിലേക്ക് വരുന്നുണ്ട്. ഞാൻ ഈ ഒരു സീരീസ് കണ്ടു തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലുള്ളൊരു ചോദ്യമാണിത്: വൈ ഓൾ ദിസ് മെസ്? എനിക്കിതിൽ നിന്നെല്ലാം മനസ്സിലായത് ഇതിലെ ഓരോ ക്യാരക്ടേഴ്സിനെയും ടൈം ട്രാവലിങ്ങിന് വേണ്ടി ഡ്രൈവ് ചെയ്തത് ഒരൊറ്റ കോമൺ ഇമോഷനാണ്: ലവ്. ആഡം മാർത്തയ്ക്ക് വേണ്ടി, മാർത്ത തൻ്റെ മകന് വേണ്ടി, അതുപോലെ തന്നെ ഊൾറിക്, കാതറീന, യോനസ്, സ്ട്രേഞ്ചർ യോനസ്, ക്ലോഡിയ, അങ്ങനെ എല്ലാവരും തന്നെ ലവിന് പുറകെയാണ്. അപ്പോൾ ഈ ഒരു ടൈം ട്രാവൽ എന്നൊരു കോൺസെപ്റ്റ് തന്നെ ലവിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാവാൻ സീസൺ 3 വരെ കാത്തിരിക്കേണ്ടി വന്നു. ലീസ്റ്റ് സ്ക്രീൻ ടൈമുള്ള, നമ്മുടെ തിയറീസിലൊന്നും അധികം ഉൾപ്പെടാത്ത ഒരു വ്യക്തിയാണ് ടൈം ട്രാവലിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. ആ ഒരു റെവലേഷൻ ശരിക്കും സർപ്രൈസിങ് ആയിരുന്നു. സീസൺ 3 നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു 80% ചോദ്യങ്ങൾക്കും അവരും ഉത്തരം നൽകിയിട്ടുണ്ടെങ്കിലും 20% ചോദ്യങ്ങൾ ഇപ്പോഴും ഒരു മിസ്റ്ററി ആയി തന്നെ ബാക്കി നിൽക്കുകയാണ്. എന്നിരുന്നാലും ഓരോ ഡാർക്ക് എന്തൂസിയാസ്റ്റിൻ്റെ എക്സ്പെക്റ്റേഷനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പര്യവസാനം തന്നെയായിരുന്നു ഡാർക്ക് ഫിനാലെ സീസണിൻ്റേത്. അപ്പോൾ നമുക്ക് ഡാർക്ക് സീസൺ 3യുടെ റിവ്യൂയിലേക്ക് കിടക്കാം. സോ വിതൗട്ട് വെയിറ്റിംഗ് മച്ച്, ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ഡാർക്ക് സീസൺ 1 and 2 കണ്ടതിന് ശേഷം നമ്മൾ ഡാർക്ക് ഫാൻസിൻ്റെ ഒക്കെ മനസ്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൻഡ് തിയറീസ് ഉണ്ടായിരുന്നു. അതിൽ വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിനൻറ്റ് വൺസ് ആണ് യോനസ് കാൻവാൾഡ് തന്നെയാണോ ആഡം എന്നത്. എൻ്റെ തന്നെ തിയറി വീഡിയോസിൽ ബാർട്ടോഷ് ടീഡൻമാൻ, മൈക്കൽ കാൻവാൾഡ് ഇവരൊക്കെ ആവാം ആഡം എന്ന തിയറീസിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരുന്നു. അപ്പോൾ ഡാർക്ക് സീസൺ 3 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം യോനസ് തന്നെയാണ് ഫ്യൂച്ചറിൽ ആഡം ആവുന്നത് എന്ന്. ആഡം എന്ന ഈ ഒരു കീ റോൾ ക്യാരക്ടർ യഥാർത്ഥത്തിൽ ഈ ഒരു ഇറ്റേണൽ ലൂപ്പ് ബ്രേക്ക് ചെയ്ത് അൺഎൻഡിങ് ആയിട്ട് താനും തൻ്റെ ലവ്ഡ് വൺസും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മിസറി ഡിസ്റപ്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഫ്യൂച്ചറിൽ താനായി മാറാൻ യോനസിന് ഒരു റീസൺ ലഭിക്കാൻ വേണ്ടിയാണ് സീസൺ 2 ഫിനാലെ എപ്പിസോഡിൽ അപ്പോക്കലിപ്സിന് തൊട്ട് മുൻപ് യോനസിൻ്റെ കൺമുൻപിൽ വെച്ച് തന്നെ ആഡം മാർത്തയെ കൊല്ലുന്നത്. അപ്പോൾ ഈ ഒരു നെവർ എൻഡിങ് സൈക്കിൾ ബ്രേക്ക് ചെയ്യാനുള്ള വൺ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ടൈം ലൂപ്പിൻ്റെ ഒറിജിൻ ബ്രേക്ക് ചെയ്യുകയാണെന്നുള്ളത് ആഡം മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒറിജിൻ എന്ന് പറയുന്നത് ആഡത്തിൻ്റെ വേൾഡിൻ്റെയും ഈവിൻ്റെ വേൾഡിൻ്റെയും മിക്സ്ഡപ്പ് റിസൾട്ടായ യോനസിൻ്റെയും മാർത്തയുടെയും മകനാണ്. ഇപ്പോൾ സീസൺ 3 ഫിനാലെ എപ്പിസോഡിൽ ആഡത്തിൻ്റെ വേൾഡിലെയും ഈവയുടെ വേൾഡിലെയും രണ്ട് വേൾഡിലെയും അപ്പോക്കലിപ്സിൻ്റെ പവർ ഉപയോഗിച്ച് മാർത്തയുടെ ഈ ഒരു അൺബോൺ ബേബീനെ ഡിസ്ട്രോയ് ചെയ്യാൻ ശ്രമിക്കുന്ന ആഡം ഈ ഒരു കുഞ്ഞിൻ്റെ അന്ത്യത്തോടു കൂടി താനും തൻ്റെ എക്സിസ്റ്റൻസും ഇല്ലാതാവുമെന്ന് വിശ്വസിച്ച് ഇങ്ങനെ ഡ്രമാറ്റിക്കായിട്ട് കണ്ണടച്ച് നിൽക്കുന്നൊരു സീൻ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ മാർത്തയും കുഞ്ഞും മരിച്ചു, എന്നിട്ടും തനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്നാലോചിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആഡത്തിന് മുൻപിലേക്ക് ഇതിനൊരു എക്സ്പ്ലനേഷനുമായിട്ട് ക്ലോഡിയയാണ് വരുന്നത്. അപ്പോക്കലിപ്സിൻ്റെ സമയത്ത് ടൈം ഒരു ബ്രീഫ് മൊമെൻറ്റിലേക്ക് സ്റ്റില്ലാവും എന്നിട്ടുള്ള ഒരു ലൂപ്പ് ഹോൾ ഉപയോഗിച്ച് ഈവ ഓൾറെഡി ഓൾട്ട് മാർത്തയുടെ 2 റിയാലിറ്റീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ഒരു റിയാലിറ്റി ഓൾട്ട് മാർത്തയെ യോനസിനെ സേവ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ബാർട്ടോഷിനെ ഉപയോഗിച്ച് ഈവ ഓൾട്ട് വേൾഡിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആഡം ഒരു മാർത്തയുടെ അൺബോൺ ബേബിയും നശിപ്പിച്ചാലും വേറൊരു വേർഷൻ ഓഫ് ഓൾട്ട് മാർത്ത സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആണ്. സോ ദാറ്റ് ദ ലൂപ്പ് ഡസൻറ്റ് ബ്രേക്ക് ആൻഡ് ആഡം, ഈവ ആൻഡ് ദ സൺ കണ്ടിന്യൂസ് ടു എക്സിസ്റ്റ്. അപ്പോൾ ഇനി നമുക്ക് ഒറിജിനിലേക്ക് വരാം. ഓൾട്ട് വേൾഡിൽ ഈവയുടെ ലെയറിന് താഴെ ഫ്ലോറിൽ നമുക്കൊരു ഇലാബറേറ്റ് ഫാമിലി ട്രീ കാണാൻ സാധിക്കും ഓഫ് ബോത്ത് വേൾഡ്സ് വിത്ത് ആൻ ഇൻഫിനിറ്റി സിമ്പിൾ ഇൻ ബിറ്റ്വീൻ. അപ്പോൾ ഈ ഒരു ഇൻഫിനിറ്റി സിമ്പിളിനോട് ഡയറക്റ്റ് ലിങ്ക് ഉള്ളത് ആഗ്നസ് നീൽസിന് മാത്രമാണ്. ആഗ്നസ് നീൽസിൻ്റെയും ഇൻഫിനിറ്റി സിമ്പിളിനെയും കണക്ട് ചെയ്തുകൊണ്ടാണ് ട്രോണ്ടെ നീൽസിനെ അവർ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇൻഫിനിറ്റി സിമ്പിൾ എന്നുള്ളത് ലൂപ്പിൻ്റെ ഒറിജിനാണെന്നും ഒറിജിൻ ഓഫ് ലൂപ്പ് എന്ന് പറയുന്നത് യോനസിൻ്റെയും മാർത്തയുടെയും മകനാണെന്നും നമുക്കറിയാം. സോ നാച്ചുറലി ആഗ്നസ് നീൽസിൻ്റെ ഹസ്ബൻഡും ട്രോണ്ടെ നീൽസിൻ്റെ ഫാദറും ഈ ഒരു ഇൻഫിനിറ്റി സിമ്പിളിന് ബിഹൈൻഡുള്ള മാർത്തയുടെയും യോനസിൻ്റെയും മകനാണ്. അപ്പോൾ മാർത്തയുടെയും യോനസിൻ്റെയും മകൻ ആരാണെന്ന് സീസൺ 3 തന്നെ റിവീൽ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ട്രെയിലറിലൊക്കെ റിക്കറിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന ആ ഒരു ട്രയോ ആണ്. അപ്പം ഞാൻ എൻ്റെ തിയറി വീഡിയോസിൽ അസ്യൂം ചെയ്തതുപോലെ തന്നെ ഈ ട്രയോ എന്ന് പറയുന്നത് ഒരേ ഇൻഡിവിജ്വലിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പിലുള്ള വേർഷൻസ് ആണ്. ആഗ്നസ് നീൽസിൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ഈ ട്രയോ എന്നതിനെ വാലിഡേറ്റ് ചെയ്യാൻ മറ്റൊരു പോയിൻ്റ് കൂടി സീസൺ 3 നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആഗ്നസ് നീൽസിൻ്റെ മിസ്സിങ്ങോടനുബന്ധിച്ച് ഡോറിസ് ടീഡൻമാൻ ചർച്ചിലേക്ക് പോവുകയും അവിടെ വെച്ച് ഈ ട്രയോനെ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ട്രയോയിലെ മിഡിൽ പേഴ്സണോട് ഡോറിസ് ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ പുതിയ പ്രീസ്റ്റ് ആണോ എന്ന്. അപ്പോൾ
അപ്പോൾ ഇതിന് മറുപടിയായിട്ട് ആ മിഡിൽ പേഴ്സൺ പറയുന്നത് ഐ വാസ് വൺസ് എന്നാണ്. നമ്മുടെ പ്രീവിയസ് സീസണിൽ ആഗ്നസ് പറഞ്ഞിരുന്നു ഐ വാസ് ഇൻ എ മെറിറ്റൽ റിലേഷൻഷിപ്പ് വിത്ത് എ പ്രീസ്റ്റ് ഫോർ ദ പാസ്റ്റ് 15 years എന്ന്. പക്ഷേ ഹി വാസ് നോട്ട് എ മാൻ ഓഫ് ഗോഡ് എന്നും ആഗ്നസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രയോ ആണ് ആഗ്നസ് നീൽസൻ്റെ ഹസ്ബൻഡ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഹിൻ്റ് ആയിരുന്നു അത്. പിന്നെയാണ് ഈ സീരീസിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഷോക്കിംഗ് റെവലേഷൻസ്. ഈ ഒരു സീരീസ് ഓഫ് റിക്കവറിങ് ഇവൻറ്റ്സ് നടക്കുന്ന 2 വേൾഡിനും ഒരു ഒറിജിൻ വേൾഡ് ഉണ്ടെന്ന് ക്ലോഡിയ തൻ്റെ 33 വർഷത്തെ ടൈം ട്രാവലിംഗ് എക്സ്പെരിമെൻറ്റ്സ് വെച്ച് തൻ്റെ മകൾ റെജീനയെ രക്ഷിക്കാനുള്ള അറ്റംപ്റ്റ്സിനിടയിൽ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് സ്ക്രീൻ സ്പേസ് പേഴ്സൺ ആണ് ഈ ഒരു കഥയുടെ ആക്സൽ പോയിന്റ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. H.G. ടാൻഹൗസ്, ദ ക്ലോക്ക് ഷോപ്പ് ഓണർ. തൻ്റെ മകനെയും കുടുംബത്തെയും നഷ്ടപ്പെട്ട ആ ഒരു പെയിൻ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടാൻഹൗസ് ടൈം ട്രാവലിനെ തന്നെ ഇൻവെൻറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ക്വാണ്ടം എൻടാങ്കിൾമെൻറ്റ്, EPR പാർട്ടിക്കിൾസ്, അങ്ങനെ ഒരുപാട് കോൺസെപ്റ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഈ കോൺസെപ്റ്റ്സിനൊക്കെ ബ്രീഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷ്രോഡിഞ്ചർ കാറ്റ് എന്നൊരു ഹൈപ്പോത്തസിസിനെ കുറിച്ച് ടാൻഹൗസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സീൻസൊക്കെ എപ്പിസോഡ് 7 തുടക്കത്തിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി ആഡം ആഗ്രഹിക്കുന്ന ആ ഒരു സാൽവേഷൻ സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാൻഹൗസിനെ ടൈം ട്രാവൽ ഇൻവെൻറ്റ് ചെയ്യാൻ ട്രിഗർ ചെയ്ത അദ്ദേഹത്തിൻ്റെ മകൻ്റെ ആക്സിഡൻറ്റ് യോനസും മാർത്തയും കൂടി ഒറിജിൻ വേൾഡിൽ ചെന്ന് റിവേഴ്സ് ചെയ്യണമെന്നാണ് ക്ലോഡിയ ആഡത്തിനോട് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോൺവെർസേഷന് ശേഷം ആഡം നേരെ പോകുന്നത് വിൻഡൻ എയിലെ അപ്പോക്കലിപ്സിന് തൊട്ട് മുൻപുള്ള കാൻവാൾസിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ മരിച്ചു കിടക്കുന്ന മാർത്തയുടെ മുൻപിലിരിക്കുന്ന യോനസിനോട് തന്നെ വിശ്വസിക്കാനും ഈ ഒരു ലൂപ്പ് ഓഫ് ഇവൻറ്റ്സ് ബ്രേക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഫോളോ ചെയ്യാനും ആഡം പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു കൈൻഡ് ഓഫ് ഡിവൈസ് ഉപയോഗിച്ച് ഇവർ രണ്ടുപേരും കൂടി വിൻഡൻ ബിയിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ഫ്രാൻസിസ്കയും മാഗ്നസും ആഡത്തിനടുത്തേക്ക് ഓൾട്ട് മാർത്തയെ കൊണ്ടുപോകുന്നതിന് തൊട്ട് മുൻപ് ഇതേ ഡിവൈസ് ഉപയോഗിച്ച് യോനസ് മാർത്തയും കൊണ്ട് 1986 വിൻഡനിലേക്കാണ് പോകുന്നത്. ടാൻഹൗസ് വേം ഹോൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് അവർ വിൻഡനിലേക്ക് എത്തുകയും ഈ ഒരു കേവിലേക്ക് അവർ പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ടാൻഹൗസ് ഈ ടൈം മെഷീനൊക്കെ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു. ആ ബട്ടൺ പ്രസ് ചെയ്തതിന് സൈമുൾട്ടേനിയസ് ആയിട്ട് ഈ കേവിനുള്ളിൽ വേം ഹോൾ രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് വിറ്റ്നസ് ചെയ്ത് ഇങ്ങനെ യോനസും മാർത്തയും ഇരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഒരു ബ്രീഫ് മൊമെൻറ്റ് നേരത്തേക്ക് സ്പേസിനും ടൈമിനും ബിയോണ്ട് ആയിട്ടുള്ള ഒരു സ്പേസ് ഈ കേവിനുള്ളിൽ കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആഡത്തിൻ്റെ വേൾഡ്, ഈവയുടെ വേൾഡ്, ഒറിജിൻ വേൾഡ്, അങ്ങനെ 3ലേക്കുള്ള ഒരു ട്രൈലോബ്ഡ് പോർട്ടലും അപ്പോൾ അവിടെ ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഇടയിൽ യോനസും മാർത്തയും കുറച്ച് നേരത്തേക്ക് സെപ്പറേറ്റഡ് ആവുന്നുണ്ട്. ആ സെപ്പറേറ്റഡ് ആവുന്ന സമയത്തിനിടയിൽ യോനസ് മാർത്തയുടെയും മാർത്ത യോനസിൻ്റെയും യങ്ങർ സെൽഫിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു അവർ ഈ ഒരു ട്രൈലോബ് പോർട്ടൽ ഉപയോഗിച്ചുകൊണ്ട് ഒറിജിൻ വേൾഡിലേക്ക് ട്രാവൽ ചെയ്ത് പോവുകയാണ്. ഒറിജിൻ വേൾഡിലേക്ക് ട്രാവൽ ചെയ്ത് അവർ നേരെ എത്തുന്നത് ടാൻഹൗസിൻ്റെ മകൻ്റെ ഭാര്യ ഇവർ രണ്ടുപേരും ബ്രിഡ്ജിലേക്ക് പോകുന്ന ആ ഒരു മൊമെൻറ്റിലേക്കാണ്. അങ്ങനെ ഇവർ യോനസും മാർത്തയും കൂടി ഇവരെ കൺവിൻസ് ചെയ്ത് തിരിച്ചു പറഞ്ഞയക്കും. സോ എന്താണ് ഇവഞ്ച്വലി ഉണ്ടായത്? ടാൻഹൗസിനെ ടൈം ട്രാവലിംഗ് ഇൻവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടായ ആ ഒരു ഇവൻറ്റിനെ തന്നെ ഇവർ റിവേഴ്സ് ചെയ്തു. അതുകൊണ്ട് ആഡത്തിൻ്റെ വേൾഡ്, ഈവയുടെ വേൾഡ്, ഇത് രണ്ടും എക്സിസ്റ്റൻസിൽ നിന്ന് ഇല്ലാതാവുകയും ടൈം ട്രാവലിംഗ് ട്രീയോട് കണക്റ്റഡ് ആയിട്ടുള്ള ഹാർട്ടിലുള്ള ക്യാരക്ടേഴ്സ് എല്ലാവരും തന്നെ ലൈക്ക് ഷാർലറ്റ്, എലിസബത്ത്, നോവ, ആഗ്നസ്, ഊൾറിക്, എന്തിനധികം യോനസും മാർത്തയും ഇവരൊക്കെ തന്നെ ഡിസപ്പിയർ ആവുകയാണ്. അവർ ഒരിക്കലും മരിക്കുകയല്ല, പക്ഷേ അവരുടെ എക്സിസ്റ്റൻസ് ഇറേസ് ചെയ്യപ്പെടുകയാണ് ചെയ്യണത്. നമ്മൾ ഡാർക്ക് ഫാൻസിനൊക്കെ യോനസും മാർത്തയും ഡിസപ്പിയർ ചെയ്ത് പോകുന്ന ആ ഒരു സീൻ ശരിക്കും വലിയൊരു ഇമോഷണൽ ബ്ലോ തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു എപ്പിക് ടൈം ട്രാവലിംഗ് സീരീസ് എൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഇമോഷണൽ യെറ്റ് ബ്രില്യൻറ്റ് എൻഡിങ് ആൻഡ് ട്വിസ്റ്റ് ആയിരുന്നു അത്. ഓൾട്ടർനേറ്റ് റിയാലിറ്റി ലൂപ്സ് എല്ലാം ബ്രേക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഫൈനലി കാണുന്നത് ഒറിജിൻ വേൾഡ്, അതായത് ഒറിജിൻ വിൻഡനിലെ ഒരു ടെയിലൻ സീനാണ്. അപ്പോൾ ആഡത്തിൻ്റെ വേൾഡിലെ കാൻവാൾസ് ഹൗസ്, മാർത്തയുടെ വേൾഡിലെ നീൽസൺസ് ഹൗസ്, അവിടെ ഒറിജിൻ വേൾഡിൽ താമസിക്കുന്നത് റെജീനയാണ്. ഇപ്പോൾ റെജീനയുടെ വീട്ടിൽ ആ ഒരു ടേബിളിന് അക്രോസ് ഇരിക്കുന്ന 6 ചിയർഫുൾ ക്യാരക്ടേഴ്സ്: റെജീന, കാതറീന, പീറ്റർ, ബെന്നി, ടോബൻ വോളർ ആൻഡ് ഹെന്ന. ഇപ്പോൾ റെജീനയുടെ വീട് തന്നെയാണ് ഇതെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി വാളിലെ പിക്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം റെജീനയുടെ ഫാമിലി ഫോട്ടോ ആണത്. ആ ഫോട്ടോയിൽ നിന്ന് നമുക്കറിയാം ഒറിജിൻ വേൾഡിൽ ക്ലോഡിയയും ബേൺ ഡോപ്ലറുമാണ് റെജീനയുടെ പേരൻസ് എന്ന്. ഇപ്പോൾ ആഡത്തിൻ്റെ വേൾഡിലാണെങ്കിലും ഈവയുടെ വേൾഡിലാണെങ്കിലും രണ്ടിലും റെജീനയുടെ പേരൻസ് ബേൺ ഡോപ്ലറും ക്ലോഡിയയും തന്നെയാണ്. അപ്പോൾ ക്ലോഡിയ ഇത് ഫൈനൽ എപ്പിസോഡിൽ ട്രോണ്ടയോട് പറയുന്നുണ്ട് ട്രോണ്ട ആയിരുന്നില്ല റെജീനയുടെ പേരൻ്റ് എന്ന്.
പക്ഷേ എങ്ങനെയാണ് ബേൺ ഡോപ്ലർ ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫാമിലി ട്രീ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ക്ലോഡിയയുടെ അച്ഛൻ ബേൺ ഡോപ്ലർ ആണെന്ന്. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആഡത്തിൻ്റെ വേൾഡിലാണെങ്കിലും ഈവയുടെ വേൾഡിലാണെങ്കിലും ഈ ഒരു കാര്യം സെയിം തന്നെയാണ്. അതേപോലെ തന്നെ ഒറിജിൻ വേൾഡിലും ആ ഒരു കാര്യം അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. ദെൻ ദെയർ ഈസ് കാതറീന. ഒറിജിൻ വേൾഡിൽ കാതറീനയുടെ കയ്യിൽ റിംഗ് ഇല്ല. അപ്പോൾ ഈ ഒരു ഒറിജിൻ വേൾഡിൽ ഊൾറിക്ക് ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ല. കാരണം ഈ ഒരു ലൂപ്പിൻ്റെ തന്നെ ഒറിജിനായിട്ടുള്ള ട്രയോ ആണ് ഊൾറിക്കിൻ്റെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത്. കാരണം ഈ ട്രയോയുടെ മകനാണല്ലോ ട്രോണ്ടയുടെ മകനാണല്ലോ ഊൾറിക്ക്. അപ്പോൾ ഈ ഒരു ലൂപ്പിന് പുറത്ത് ഊൾറിക്ക് എക്സിസ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസും ഇല്ല. അതുപോലെ തന്നെയാണ് എലിസബത്തിൻ്റെയും ഷാർലറ്റിൻ്റെയും കാര്യം. അവരും ഈ ഒരു ലൂപ്പിന് പുറമേയുള്ള ഈ ഒറിജിൻ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യില്ല. അത്തരത്തിലുള്ളൊരു വേൾഡിൽ പീറ്റർ വോളറിൻ്റെ സിസ്റ്ററായിട്ടുള്ള ബെന്നിയെയാണ് ഡേറ്റ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് 2 ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ടോബൻ വോളറും ഹെന്നയാണ്. സീമിംഗ്ലി ഒരു റിലേഷൻഷിപ്പിലാണ്. ഹെന്ന പ്രഗ്നൻറ്റുമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ആഡത്തിൻ്റെ വേൾഡിലാണെങ്കിലും ഈവയുടെ വേൾഡിലാണെങ്കിലും പരസ്പരം അത്രത്തോളം ഫ്രണ്ട്ലി അല്ലാത്തൊരു 6 ക്യാരക്ടേഴ്സാണ് ഈ ഒരു ടേബിളിനെ അക്രോസ് ഇരിക്കുന്നത്. പക്ഷേ ഒറിജിൻ വേൾഡിൽ അവർ വളരെ ഫ്രണ്ട്ലിയാണ്, വളരെ ക്ലോസ് ആണ് എന്നാണ് നമുക്ക് അവരുടെ കോൺവെർസേഷനിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ലൈറ്റ്സ് ഫ്ലിക്കർ ആവുകയും കറണ്ട് പോവുകയും ചെയ്യുന്നു. അതിനിടയിൽ ഹാളിലെ സോഫയുടെ മുകളിൽ വെച്ചിട്ടുള്ള ആ ഒരു യെല്ലോ റെയിൻകോട്ട് ഹെന്ന കാണുന്നുണ്ട്. ആൻഡ് ഷീ ഗെറ്റ് എ ഡേജാവു. അപ്പോൾ ഈ ഡേജാവു എന്താണെന്ന് ഹെന്ന ബാക്കിയുള്ളവരോട് പറയുന്നുണ്ട്. അതായത് ഈ ലോകം അവസാനിച്ചതായും ആ അവസാനിച്ചതിൽ ഒരു വിയേർഡായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ തനിക്ക് ഫീൽ ചെയ്തതായുമാണ് ഹെന്ന പറയുന്നത്. അപ്പോൾ ഇതിന് കൗണ്ടറായിട്ട് റെജീന ചോദിക്കുന്നുണ്ട്, ഇന്ന് ലോകം അവസാനിക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വുഡ് യു ഓൾ വിഷ് ഫോർ എന്ന്. അപ്പോൾ കാതറീൻ അതിൽ പറയുന്ന മറുപടി എ വേൾഡ് വിത്തൗട്ട് വിൻഡൻ എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡയലോഗ് ഇതിന് മുൻപ് കേട്ടിട്ടുണ്ട്, യങ് ഹെന്നയും യങ് ഊൾറിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ അതിൽ യങ് ഹെന്ന ഒരു സിമിലർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ യങ് ഊൾറിക്ക് പറയുന്ന മറുപടിയും എ വേൾഡ് വിത്തൗട്ട് വിൻഡൻ എന്നാണ്. ദ ഡോട്ട്സ് ആർ ഗെറ്റിംഗ് കണക്റ്റഡ് ഫൈനലി. എ വേൾഡ് വിത്തൗട്ട് വിൻഡൻ എന്ന കാതറീനെ പറയുന്നതിനൊപ്പം തന്നെ കറണ്ട് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഭയങ്കര ചിയർഫുള്ളായിട്ട് കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. അതിനിടയിൽ വീണ്ടും ഹെന്നയോട് ചോദിക്കുന്നുണ്ട്, ഈ എക്സ്പെക്റ്റിംഗ് സണ്ണിന് എന്തെങ്കിലും പേര് കണ്ടുവച്ചിട്ടുണ്ടോ എന്ന്. അതിന് ഹെന്ന പറയുന്ന മറുപടി യോനസ് എന്ന പേര് എനിക്ക് ഇഷ്ടമാണെന്നാണ്. അപ്പോൾ നമ്മൾ ഓഡിയൻസ് എക്സ്പെക്റ്റ് ചെയ്യും, ഓ യോനസ് ക്യാൻവോൾഡ് വീണ്ടും തിരിച്ചു വരാൻ പോവുകയാണ്. പക്ഷെ അതൊരിക്കലും സംഭവിക്കില്ല. കാരണം ഒറിജിൻ വേൾഡിൽ മിക്കൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ യോനസിൻ്റെ ഫാദറായിട്ടുള്ള മൈക്കൽ ക്യാൻവോൾഡ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള യോനസ് ക്യാൻവോൾഡ് ആയിരിക്കില്ല ഒരിക്കലും ഹെന്നയ്ക്ക് ജനിക്കാൻ പോകുന്ന കുട്ടി എന്ന് പറയുന്നത്. ഈ യോനസ് എന്ന പേര് ഹെന്നയ്ക്ക് ഇഷ്ടമാവാനും ഈ ഒരു ദേജാവും വിഷൻസും ഒക്കെ ഹെന്ന കാണാനും കാരണം ഈ ഓൾട്ടർനേറ്റ് റിയാലിറ്റീസിൻ്റെ റെമനൻസ് അഥവാ മെമ്മറീസ് ഹെന്നയുടെ മൈൻഡിൽ കിടക്കുന്നതുകൊണ്ട് മാത്രമാണ്. യോനസ് എന്ന ഈ ഒരു പേരിലാണ് സീസൺ 3 അവസാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ സീസൺ 3യുടെ മേജർ സ്റ്റോറി ലൈൻ മാത്രമാണ് ടച്ച് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലെ കീ ക്യാരക്ടേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈം ലൈൻസിലൂടെ കടന്നുപോയി സീസൺ 3ൽ റിമൈനിങ് ആയിട്ടുള്ള ഗ്യാപ്സ് കൂടി ഫില്ല് ചെയ്യാം. ആഡം സീസൺ 1 മുതൽ നമ്മൾ ഈ ഒരു ലൂപ്പ് ഓഫ് ഇവൻസിൻ്റെ എല്ലാം മെയിൻ ഓർക്കസ്ട്രേറ്റർ എന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തി. പക്ഷെ സത്യത്തിൽ ആഡം ശ്രമിച്ചിരുന്നത് ഈ ഒരു നോട്ടിനെ പെർപ്പച്വേറ്റ് ചെയ്ത് യോനസിനെ ആഡമാക്കി മാറ്റി ഈ ഒരു ലൂപ്പ് ഓഫ് ഇവൻസിനെ ബ്രേക്ക് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ ക്ലോഡിയയും ആഡവും തമ്മിലുള്ള കോൺവെർസേഷനിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആഡം അറിയാതെ തന്നെ ആഡം ചെയ്യുന്നൊരു പ്രവൃത്തി ഈ ഒരു ലൂപ്പ് ഓഫ് ഇവൻസിനെ കൂടുതൽ ഇൻടാക്റ്റ് ആക്കുകയാണ് ചെയ്തത്. H.G. ടാൻഹൗസിൻ്റെ ടൈം ട്രാവൽ എക്സ്പെരിമെൻറ്റിൽ നടന്ന ഒരു ഫെയിലിയർ കാരണം സൃഷ്ടിക്കപ്പെട്ട 2 വെർച്വൽ റിയാലിറ്റീസ് മാത്രമാണ് ആഡത്തിൻ്റെയും ഈവയുടെയും വേൾഡ്. അപ്പോൾ ഈ ഒരു വെർച്വൽ റിയാലിറ്റീസിൻ്റെ ഉള്ളിൽ നടക്കുന്ന ആ ഒരു എപ്പോക്കലിപ്സിൻ്റെ സമയത്ത് ടൈം സ്റ്റില്ലാവുന്നു എന്നുള്ള ആ ഒരു ലൂപ്പ് ഹോൾ ഉപയോഗിച്ച് ഈവ ഓൾറെഡി ഓൾട്ട് മാർത്തയുടെ പല റിയാലിറ്റീസ് ക്രിയേറ്റ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഓൾട്ട് മാർത്തയ്ക്ക് 3 റിയാലിറ്റീസാണുള്ളത്. ഒന്ന് അപ്പോക്കലിപ്സിന് തൊട്ട് മുൻപ് യോനസിനെ സേവ് ചെയ്ത് കൊണ്ടുപോകുന്ന ഓൾട്ട് മാർത്ത. 2 യോനസിനെ സേവ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അതിന് തൊട്ട് മുൻപ് ബാർട്ടോഷ് വന്ന് ഈവയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന മാർത്ത. 3 യോനസ് ക്യാൻവോൾഡ് വന്ന് രക്ഷിച്ച് ഒറിജിൻ വിൻഡനിലേക്ക് കൊണ്ടുപോകുന്ന മാർത്ത. അപ്പോൾ ഈ 3 റിയാലിറ്റീസ് ഓഫ് മാർത്തയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 3 ഡിഫറെൻറ്റ് ടൈം ലൈൻ റിയാലിറ്റീസ് ഓഫ് യോനസും ഉണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് മാർത്ത വന്ന് സേവ് ചെയ്ത് കൊണ്ടുപോകുന്ന യോനസ്. രണ്ടാമത്തേത് ബാർട്ടോഷ് ഓൾട്ട് മാർത്തിനെ സേവ് ചെയ്ത് കൊണ്ടുപോയി. സോ ഒറ്റയ്ക്കായിട്ടുള്ള ആ യോനസ് തൻ്റെ ബേസ്മെൻറ്റിൽ പോയി ഒളിച്ച് അപ്പോക്കലിപ്സ് സർവൈവ് ചെയ്യുന്നത്. തേർഡ് റിയാലിറ്റി എന്ന് പറയുന്നത്
ആഡം വന്ന് സേവ് ചെയ്ത് കൊണ്ടുപോകുന്ന യോനസ്. പക്ഷേ ഈ ലൂപ്പ് ഹോളിനെ കുറിച്ചൊന്നും ആഡത്തിന് അറിയില്ലായിരുന്നു ക്ലോഡിയ വന്ന് പറയുന്നത് വരെ. ആഡം ഈ നോവയെ മാനിപ്പുലേറ്റ് ചെയ്തത്, മാർത്തയെ കൊന്നത്, മൈക്കിള് സൂയിസൈഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് യോനസിനെ അങ്ങോട്ട് പറഞ്ഞയച്ചത് എല്ലാം തന്നെ ഈ ഒരു നോട്ട് ഡിസ്ട്രക്ഷൻ പ്ലാൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഈവയുടെ പർപ്പസ് മറ്റൊന്നായിരുന്നു, ഹെർ സൺ. ആഡത്തിൻ്റെ പ്ലാൻസ് എല്ലാം ഫുൾഫിൽഡ് ആവുകയാണെങ്കിൽ ദാറ്റ് വുഡ് മീൻ ദ ഡെത്ത് ഓഫ് ഹെർ സൺ. അതുകൊണ്ടാണ് പല സിറ്റുവേഷനിലും ഈവ ആഡത്തിനെ ഔട്ട്സ്മാർട്ട് ചെയ്യാൻ ശ്രമിച്ചത്. ഇപ്പോൾ ഒരു റിയാലിറ്റി മാർത്തേനെ ആഡം ഡിസ്ട്രോയ് ചെയ്താലും മറ്റൊരു റിയാലിറ്റിയിൽ മാർത്ത എക്സിസ്റ്റ് ചെയ്യുമല്ലോ. അതായിരുന്നു ഈവയുടെ പ്ലാൻ എന്ന് പറയുന്നത്. ആഡം ഈ നോവ, ആഗ്നസ്, ഫ്രാൻസിസ്ക, മാഗ്നസ് ഇവരെയൊക്കെ സ്ട്രാറ്റജിക്കലി ഉപയോഗിച്ചപ്പോൾ ഈവ ഹാഡ് ഓൾ ടു വേർഷൻസ് ഓഫ് ബാർട്ടോഷ്, ഈഗോൺ, ക്ലോഡിയ ഓൺ ഹെർ സൈഡ്. ബോത്ത് ഓഫ് ദെം വാണ്ടഡ് ദ സെയിം തിങ്, ദ ലൂപ്പ് ടു കണ്ടിന്യൂ. പക്ഷേ അവർക്ക് അതിനുള്ള റീസൺസ് പലതായിരുന്നു എന്ന് മാത്രം. ഇതിനിടയിൽ സ്ട്രേഞ്ചർ യോനസ് ഈ ഗോഡ് പാർട്ടിക്കിൾസ് വെച്ച് എക്സ്പെരിമെൻറ്റ് നടത്തുന്നുണ്ട് ടൈം ട്രാവലിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനിടയിൽ ഈ ഗോഡ് പാർട്ടിക്കിൾസ് വന്ന് സ്ട്രേഞ്ചർ യോനസിൻ്റെ കയ്യിൽ വീണ് അത് ബേൺഡ് ആവുന്നൊരു സീൻ നമ്മൾ സീസൺ 3 കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം ട്രാവലിംഗ് എന്നുള്ള ഒരു കാര്യം പെർഫെക്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് ഈ പാർട്ടിക്കിൾസ് തൻ്റെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ പതിച്ചിട്ടായിരിക്കണം സിൽജയെ കൂട്ടി ഹന്ന യോനസിനെ മീറ്റ് ചെയ്യാൻ വരുമ്പോഴേക്കും യോനസ് ഏകദേശം ഒരു ഡെഡ് പൂളിൻ്റെ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ ഈ മാർത്ത യോനസിനെ മാനിപ്പുലേറ്റ് ചെയ്തതും ആഡത്തിൻ്റെ പ്ലാനിൻ്റെ ഒരു ഭാഗമായിരുന്നു കേട്ടോ. ആഡം പറഞ്ഞിട്ടാണ് മാർത്ത അങ്ങനെ ചെയ്യുന്നത്. ഇനി ഒറിജിൻ ഓഫ് ദ ലൂപ്പ് ആരാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ആ ട്രയോ ആണ്. അവരാണ് ആഡത്തിൻ്റെയും ഈവയുടെയും മകൻ. ഈവ ഈ ട്രയോനെ പറഞ്ഞയച്ചിരിക്കുന്നത് ഈ ലൂപ്പ് ഓഫ് ഇവൻറ്റ്സ് നടക്കാൻ വേണ്ട സർക്കംസ്റ്റൻസസ് അവരെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, സോ ദാറ്റ് ദേ കണ്ടിന്യൂ ടു എക്സിസ്റ്റ്. ഇനി നമുക്ക് ക്ലോഡിയയിലേക്ക് വരാം. ക്ലോഡിയ ഡാർക്കിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈം ട്രാവലേഴ്സാണ്. പലപ്പോഴും ആഡത്തിനെയും ഈവയെ പോലും തെറ്റിദ്ധരിപ്പിച്ച് ഈ ഒരു ലൂപ്പ് ഓഫ് ഇവൻറ്റ്സ് അതെങ്ങനെയാണോ നടന്നിരുന്നത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ കാരണം ക്ലോഡിയയാണ്. ഇത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ക്ലോഡിയ എങ്ങനെയാണ് ഈ ഒറിജിൻ വേൾഡിനെ കുറിച്ച് കണ്ടുപിടിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓഡിയൻസ് ചെറുതായിട്ടൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ക്ലോഡിയയുടെ ഹയർ പർപ്പസ് എന്ന് പറയുന്നത് തൻ്റെ മകൾ റെജീനയെ സേവ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനുവേണ്ടി 33 വർഷം അവർ ഈ ഒരു ടൈം ലൂപ്പിലൂടെ കടന്നു പോകുന്നുണ്ട്. ഓൾറെഡി നമുക്ക് യോനസിൻ്റെയും മാർത്തയുടെയും 3 റിയാലിറ്റീസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. സീസൺ 3 തന്നെ ഈവ ലൈഫിലെ 3 സ്റ്റേജസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഒറിജിൻ ആയിട്ടുള്ള ആ ഒരു ട്രയോ എപ്പോഴും ആ ഒരു 3 പേരായിട്ട് തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ട്രൈക്വട്രയിൽ 3 ലോവ്സ് ആണുള്ളത്. ഇതിനൊക്കെ പുറമെ ഡാർക്കിലെ കീ ടൈം ട്രാവലേഴ്സിൻ്റെ ഗ്രൂപ്പിൽ 3 പേരാണുള്ളത്, ആഡം, ഈവ ആൻഡ് ക്ലോഡിയ. അപ്പോൾ ഈ ഒരു ഒബ്സർവേഷനിൽ നിന്നൊക്കെ ആയിരിക്കാം 3 എന്ന നമ്പറിന് ഈ ഒരു റിയാലിറ്റീസിലൊക്കെയുള്ള ഇമ്പോർട്ടൻസിനെ മനസ്സിലാക്കിയിട്ടാവാം ക്ലോഡിയ ഈ ഒരു ഒറിജിൻ വേൾഡിനെ കുറിച്ച് കണ്ടുപിടിക്കുന്നത്. ഇതിന് പുറമെ റെജീന തൻ്റെ മകള് ഈ ഒരു ഫാമിലി ട്രീ ആയിട്ട് കണക്റ്റഡ് ആവാത്ത, ടൈം ട്രാവലിംഗ് ഫാമിലി ട്രീ ആയിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഇല്ലാത്ത ബേൺ ഡോപ്ലറിൻ്റെ മകളാണെന്നുള്ളത് കൊണ്ട് ഈ ഒരു ലൂപ്പിന് പുറത്ത് എക്സിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് റെജീനയ്ക്ക് ഉണ്ട് എന്ന് ക്ലോഡിയ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ റെജീന ഒറിജിൻ വേൾഡിൽ ക്യാൻസർ ഉണ്ടാവില്ല എന്നും എക്സിസ്റ്റ് ചെയ്യുമെന്ന് ക്ലോഡിയ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു ലൂപ്പ് ഓഫ് ഇവൻറ്റ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള പ്ലാൻസുമായിട്ട് ക്ലോഡിയ ഇറങ്ങിത്തിരിക്കുന്നത്. ക്ലോഡിയയുടെ ഗസ് പോലെ തന്നെ റെജീന ഒറിജിൻ വേൾഡിൽ ഹാപ്പിലി എക്സിസ്റ്റിംഗ് ആണ്. ഇനി ആഡത്തിൻ്റെയും ഈവയുടെയും വേൾഡിൽ റെജീനയുടെ സ്റ്റോറി സെയിം ആണെന്നതുപോലെ തന്നെ ഹസ്ബൻഡ് അലക്സാണ്ടർ ടീഡൻമാൻ്റെ ബാക്ക് സ്റ്റോറിയും സെയിം ആണ്. മാർബർഗിൽ സംഭവിച്ച ഒരു ആക്സിഡൻറ്റിൽ നിന്നും രക്ഷപ്പെട്ട് ഓടി വന്ന ഒരു വ്യക്തിയാണ് അലക്സാണ്ടർ ടീഡൻമാൻ. പക്ഷേ ഞാനടക്കം ഓൾമോസ്റ്റ് എല്ലാ യൂട്യൂബേഴ്സും അലക്സാണ്ടർ ടീഡൻമാനെ കുറിച്ച് ഒരുപാട് തിയറീസ് ക്രിയേറ്റ് ചെയ്തിരുന്നു, എസ്പെഷ്യലി സിൻസ് ഹിസ് റിയൽ നെയിം വാസ് ബോറിസ് നീൽവാൾട്ട്. നീൽസൺ പ്ലസ് കാൻവോൾ ഫാമിലിയിലെ ഒരു മെമ്പർ ആയിരുന്നു അലക്സാണ്ടർ ടീഡൻമാൻ എന്നൊക്കെയായിരുന്നു നമ്മുടെ തിയറീസ്. പക്ഷേ ആസ് ഇറ്റ് ഈസ് അലക്സാണ്ടർ ടീഡൻമാൻ്റെ സ്റ്റോറി ജെനുവിൻ ആയിരുന്നു, വിത്ത് നോ ബിഗർ കോൺസ്പിറസീസ് ബിഹൈൻഡ് ദാറ്റ്. ഇനി അലക്സാണ്ടർ ടീഡൻമാൻ്റെയും റെജീന ടീഡൻമാൻ്റെയും മകനായിട്ടുള്ള ബാർട്ടോഷ് ടീഡൻമാൻ. അച്ഛൻ്റെയും അമ്മയുടെയും പോലെ തന്നെ 2 വേൾഡിലും ബാർട്ടോഷ് ടീഡൻമാൻ്റെയും സ്റ്റോറി സെയിം ആണ്. അപ്പോൾ നമ്മൾ തിയറീസിലൊക്കെ പറഞ്ഞിരുന്നത് പോലെ ആ ഒരു കേവ് കൺസ്ട്രക്ഷൻ ടൈമിൽ യങ് നോവയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു അഡൽട്ട് ഈ ബാർട്ടോഷ് ടീഡൻമാൻ തന്നെയാണ്. സ്ട്രേഞ്ചർ യോനസിൻ്റെ കൂടെ ടൈം ട്രാവൽ ചെയ്ത് പോകുന്ന ആ ഒരു മൊമെൻറ്റിലാണ് ബാർട്ടോഷ് ടീഡൻമാൻ സിൽജയെ പരിചയപ്പെടുന്നതും സിൽജയെ കല്യാണം കഴിക്കുന്നതും. അങ്ങനെ ബാർട്ടോഷിനും സിൽജയ്ക്കും ഉണ്ടാകുന്ന മക്കളാണ് നോവയും ആഗ്നസും.
അപ്പം നമ്മൾ കരുതിയിരുന്നത് പോലെയല്ല. ബാർട്ടോഷിനൊരു വലിയ ഇമ്പോർട്ടൻസ് തന്നെയാണ് ഡാർക്ക് സീരീസിലുള്ളത്. കാരണം ബാർട്ടോഷിൻ്റെ മകളായ ആഗ്നസ് ആണല്ലോ ഈ ഒരു ലൂപ്പ് ഓഫ് ഇവൻസിൻ്റെ ഒക്കെ തുടക്കം എന്ന് പറയുന്നത്. ദെൻ കംസ് സിൽജ. സിൽജയുടെ ഫാമിലി ട്രീ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1950s ഹെന്ന കാൻവാൾഡ് വിൻഡനിലേക്ക് എത്തുകയും അവിടെ വെച്ച് ഇഗോൺ ടീഡൻമാനുമായിട്ട് ഒരു റിലേഷൻഷിപ്പിലാവുകയും അവർക്ക് ജനിക്കുന്ന മകളാണ് സിൽജ എന്ന് പറയുന്നത്. ദാറ്റ് മേക്സ് സിൽജ ദ ഹാഫ് സിബ്ലിംഗ് ഓഫ് ക്ലോഡിയ ആൻഡ് യോനസ്. അപ്പോൾ ഈ ഒരു ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് അഥവാ ആ ഒരു അഫെക്ഷൻ തന്നെ ആയിരിക്കണം അപ്പോക്കലിപ്സിന് ശേഷമുള്ള ഫ്യൂച്ചറിലേക്ക് യോനസ് വരുമ്പോൾ സിൽജ യോനസിനോട് കാണിക്കുന്നത്. ഇനി സിൽജയുടെ അമ്മ ഹെന്നയാണെങ്കിൽ ദാറ്റ് മേക്സ് ഹെന്ന ദ ഗ്രാൻഡ് മദർ ഓഫ് ആഗ്നസ്. അപ്പോൾ ആഗ്നസ് പറയുന്നുണ്ട് 1950s എൻ്റെ ഗ്രാൻഡ് മദർ വിൻഡനിലേക്ക് വന്നത് എന്ന്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിലിനെ കുറിച്ചായിരുന്നു അന്ന് ആഗ്നസ് പറഞ്ഞിരുന്നത്. ദെൻ ആഗ്നസ് ദ ബിഗിനർ ഓഫ് ദ ടൈം ട്രാവലിംഗ് ട്രീ. രണ്ട് വേൾഡിലും ആഗ്നസ് ഈ ഒരു ഒറിജിൻ, അതായത് ഈ ഒരു ട്രയോ ആയിട്ട് റിലേഷൻഷിപ്പിലായിട്ട് ട്രോൺട്ടെ നീൽസിന് ജന്മം കൊടുക്കുന്നുണ്ട്. അവിടെ നിന്നാണ് ഈ ഒരു എൻറ്റയർ ലൂപ്പ് ഓഫ് ഇവൻറ്റ്സ് പ്രോഗ്രസ് ചെയ്യുന്നത്. പിന്നെയുള്ളത് ആഗ്നസിൻ്റെ ബ്രദർ നോവ. നോവയുടെ ആ ഒരു ഫാമിലി ട്രീ എന്ന് പറയുന്നതാണ് ഈ ഒരു എൻറ്റയർ ഫാമിലി ട്രീയിലെ ഏറ്റവും ട്വിസ്റ്റഡും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. കാരണം നോവ, അതായത് യങ് നോവ 2019 അപ്പോക്കലിപ്സിന് തൊട്ട് മുൻപ് ബങ്കറിലേക്ക് വരികയും അവിടെ വെച്ച് എലിസബത്തിനെ കാണുകയും അവർ തമ്മിൽ ഇഷ്ടത്തിലാവുകയും ചെയ്യുന്നു. അങ്ങനെ നോവയ്ക്ക് എലിസബത്തിലുണ്ടാവുന്ന കുട്ടിയാണ് ഷാർലറ്റ്. പിന്നെ ഈ നോവ എന്ന് പറയുന്നത് ആഡത്തിൻ്റെ പ്ലാനിലെ ഒരു പ്രൊമിനൻറ്റ് പീസ് മാത്രമാണ്. ഹി ജസ്റ്റ് വോണ്ടഡ് ടു സേവ് ഹിസ് വൈഫ് ആൻഡ് ഡോട്ടർ. പിന്നെ നമുക്കറിയുന്നൊരു കാര്യം എന്ന് പറയുന്നത് എലിസബത്തും ഷാർലറ്റും തമ്മിൽ നിലനിൽക്കുന്ന ആ ഒരു ബൂട്ട് സ്ട്രാപ്പ് പാരഡോക്സ് ആണ്. ഇതിന് കാരണമായത് ഫ്യൂച്ചറിൽ നിന്ന് വന്ന എലിസബത്തും ഷാർലറ്റും കൂടി ബേബി ഷാർലറ്റിനെ ടാൻ ഹൗസിൻ്റെ അടുത്ത് കൊണ്ടുചെന്നാക്കുന്നത് കൊണ്ടാണ്. അവരത് ചെയ്യുന്നത് ഈ ഒരു ലൂപ്പ് ഓഫ് ഇവൻറ്റ്സ് ആ ഒരു മെത്തേഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെയാണ് ഷാർലറ്റ് ടാൻ ഹൗസിൻ്റെ കസ്റ്റഡിയിലേക്ക് എത്തുന്നത്. പിന്നെ ഓൾട്ട് വേൾഡിലുള്ള മറ്റൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് എലിസബത്തിന് പകരം ഫ്രാൻസിസ്കയ്ക്കാണ് സംസാരിക്കാൻ സാധിക്കാത്തത്. പക്ഷേ വിൻഡൻ എയിലെ പോലെ തന്നെ ഫ്രാൻസിസ്കയും മാഗ്നസും ഒരു റിലേഷൻഷിപ്പിലാണ്. വേറൊരു ഡിഫറൻസ്, എപ്പോക്കലിപ്സിൽ ഓൾട്ടർനേറ്റ് വേൾഡിൽ ഫ്രാൻസിസ്കയും മാഗ്നസും മരിക്കും. പിന്നെ ഊൾറിക്ക്, ഇവരുടെ എല്ലാം അച്ഛനായിട്ടുള്ള ഊൾറിക്ക് ഓൾട്ട് വേൾഡിൽ കാതറീനെ ഡിവോഴ്സ് ചെയ്തതിന് ശേഷം ഹെന്നയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. ഹെന്ന പ്രഗ്നൻറ്റുമാണ്. അപ്പോൾ ഇതിനിടയിൽ ഊൾറിക്ക് തൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന, അതായത് പോലീസ് സബോർഡിനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഷാർലറ്റിൻ്റെ കൂടെ ഒരു അഫെയർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇനി നമുക്ക് വിൻഡൻ എയിലേക്ക് തന്നെ തിരിച്ചു വരാം. സീസൺ 2 ഫിനാലയിൽ നമ്മൾ കാതറീന ടൈം ട്രാവൽ ചെയ്ത് പോകുന്നത് കാണുന്നുണ്ട്. അങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് പോകുന്ന കാതറീന എത്തുന്നത് 34 വർഷമായിട്ട് മെൻ്റൽ ഹോസ്പിറ്റലിൽ ട്രാപ്ഡ് ആയിട്ടുള്ള ഊൾറിക്കിൻ്റെ അടുത്തേക്കാണ്. ഊൾറിക്കിനെ അവിടെ വെച്ച് കാതറീന മീറ്റ് ചെയ്യുകയും ഞാൻ രക്ഷിക്കാം, റെസ്ക്യൂ ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്തുകൊണ്ട് കാതറീന അവിടുന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു റെസ്ക്യൂ അറ്റംപ്റ്റിനിടയിൽ സ്വന്തം അമ്മയായിട്ടുള്ള ഹെലേൻ ആൽബേഴ്സിൻ്റെ കൈകൊണ്ട് തന്നെ കാതറീന മരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ തിയറി വീഡിയോസിൽ പറഞ്ഞിരുന്നു ആ ഒരു ലേക്കിലുള്ള ലേഡി, ബാർട്ടോഷ് പറയുന്ന ആ ലേക്കിലുള്ള ലേഡി കാതറീനയാണെന്ന്. ആ ഒരു അസംഷൻ ട്രൂ ആണെന്ന് നമുക്ക് സീസൺ 3 മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇതിലെ ഏറ്റവും ട്രാജിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇത്ര കൊല്ലമായിട്ട് ഉൾറിക്കിന് ഒരു ഹോപ്പും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഹോപ്പ്ലെസ് ആയിരുന്നു. ആ ഒരു പോയിൻറ്റിനിടയിലാണ് കാതറീന വന്ന് ഈ ഒരു റേ ഓഫ് ഹോപ്പ് കൊടുക്കുന്നത്. ആ ഒരു ഹോപ്പിൽ ക്ലിങ് ചെയ്ത് അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഉൾറിക്കിനെ കാണുന്നത് ഇറ്റ് ഈസ് റിയലി ഹാർട്ട് ബ്രേക്കിംഗ് ടു സീ. അതേസമയം വിൻഡൻ ബിയിൽ തൻ്റെ അനിയൻ മാറ്റ്സ് നീൽസിൻ്റെ മിസ്സിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഊൾറിക്കിന് ഹെൽഗേനെ സംശയമുണ്ട്. അപ്പോൾ ഹെൽഗേനെ സസ്പെക്റ്റ് ചെയ്ത് ഹെൽഗേനെ ഫോളോ ചെയ്ത് ഊൾറിക്ക് ടൈം ട്രാവൽ ചെയ്ത് പോകുമ്പോൾ അവിടെ വെച്ച് ടൈം ട്രാവൽ ചെയ്ത് എത്തുന്ന പോയിന്റിൽ ഓൾഡർ ഹെൽഗെ ഊൾറിക്കിനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിൽ വെച്ച് ഓൾമോസ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് സീസൺ 3 നമുക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ സ്റ്റിൽ ഡാർക്ക് എന്നൊരു സീരീസിൻ്റെ ഗ്രാൻഡർ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സയൻറ്റിഫിക് കോൺസെപ്റ്റ്സിനെ കുറിച്ചൊരു ബ്രീഫ് ഡിസ്കഷൻ നടത്തിയേ മതിയാവും. ഈ ഒരു സ്റ്റോറിയുടെ ഹാർട്ട് എന്ന് പറയുന്നത് ടാൻ ഹൗസിൻ്റെ ഗ്രാൻഡ് ഡോട്ടർ ആയിട്ടുള്ള ബേബി ഷാർലറ്റ് ആണ്. അപ്പോൾ ബേബി ഷാർലറ്റ് ആക്സിഡൻറ്റിൽ മരിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ടാൻ ഹൗസിന് ഒരിക്കലും ബേബി ഷാർലറ്റിൻ്റെ ബോഡി തിരിച്ചു കിട്ടുന്നില്ല. ഒരേ സമയം എലൈവ് ആൻഡ് ഡെഡ് എന്ന രണ്ട് സ്റ്റേറ്റ്സിൻ്റെ സൂപ്പർ പൊസിഷനിലായിട്ട് നമുക്ക് ബേബി ഷാർലറ്റിനെ കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ബേബി ഷാർലറ്റിനെ ഷ്രോഡിനർ കാറ്റിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആണെന്ന് നമ്മൾ വിചാരിക്കുക. ഇതൊക്കെ ഒരു അസംഷനാണ്, നിങ്ങളിത് മനസ്സിലാക്കി പോകാമെന്ന് മാത്രം. പിന്നെയുള്ളത് ഈ ഒരു ആക്സിഡൻറ്റിൻ്റെ പെയിനിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാൻ ഹൗസ് ടൈം ഡിവൈസ് ബിൽഡ് ചെയ്യുന്നതാണ്. ഈ
ഈ ഒരു എക്സ്പെരിമെൻറ്റിനെ നമുക്ക് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഹേസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളുമായിട്ട് ലിങ്ക് ചെയ്യാം. അങ്ങനെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് പ്രോഗ്രസ് ചെയ്തു. ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഫലമായിട്ട് ഒരു ഓൾട്ടർനേറ്റ് റിയാലിറ്റി വിച്ച് ഇൻക്ലൂഡ്സ് 2 മിറേർഡ് ലൂപ്സ്, 2 മിറേർഡ് വേൾഡ്സ്, അത് കൺസ്ട്രക്റ്റ് ചെയ്യപ്പെടുകയാണ്. ഇതിനെ നമുക്ക് ക്വാണ്ടം ഫ്ലക്ച്വേഷൻ എന്ന് വിളിക്കാം. ഇനി ഈ ഒരു എക്സ്പെരിമെൻറ്റ് നടന്നതിൻ്റെ ഫലമായിട്ട് ഒറിജിൻ വേൾഡിൻ്റെ എനർജി ടെമ്പററിലി ചേഞ്ച് ചെയ്യുകയാണ്. അതായത് ടൈം ഡിവൈസ് ബിൽഡ് ചെയ്യുന്നതിന് മുൻപ് ഒറിജിൻ വേൾഡിൻ്റെ എനർജി ഇ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതിന് ശേഷം അത് ഇ പ്രൈം ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എനർജി ചേഞ്ച് കാരണം ഒരു പാർട്ടിക്കിൾ ആൻറ്റി പാർട്ടിക്കിൾ എന്നുള്ളൊരു പെയർ ഫോം ചെയ്യപ്പെടുകയാണ്. സിഗ്മുണ്ടസ് ക്രിയാറ്റസ് എസ്റ്റ്, ദസ് ദ വേൾഡ് വാസ് ക്രിയേറ്റഡ്. ആ ഒരു കൺസെപ്റ്റ് ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം അവർ റൈറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ യോനസിൻ്റെയും മാർത്തയുടെയും 3 റിയാലിറ്റീസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് തന്നെ ക്വാണ്ടം എൻടാങ്കിൾമെൻ്റ് എന്നൊരു കോൺസെപ്റ്റിൻ്റെ ബെസ്റ്റ് പിക്ചറൈസേഷനാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഡീപ്പായിട്ടാണ് അവർ ഓരോ ക്യാരക്ടറിനും ഓരോ സീനിനും ഓരോ ഇൻസിഡൻറ്റിനും ബേസ് കൊടുത്തിട്ടുള്ളത്. അതിന് സയൻറ്റിഫിക് ബേസും ഉണ്ട്, എൻ്റർടൈൻമെൻറ്റ് ബേസും ഉണ്ട്. ഹാറ്റ്സ് ഓഫ്, അത്രേ പറയാനുള്ളൂ. അത്രമാത്രം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അവർ ഈ ഒരു സീരീസിൽ ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തെങ്കിലും വോളറിൻ്റെ കണ്ണെങ്ങനെയാണ് പോയതെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. നമ്മൾ ഓഡിയൻസിൽ പലരും തമാശയായിട്ടാണെങ്കിൽ പോലും ഇതെങ്ങനെയാണെന്ന് ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പല സീനിലും വോളർ ഇത് റിവീൽ ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിലും അപ്പോഴൊക്കെ അത് ഇൻറ്ററപ്റ്റ് ചെയ്യപ്പെട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ക്ലൈമാക്സ് സീനും ഡിഫറെൻ്റ് ആയിരുന്നില്ല. ക്ലൈമാക്സ് സീനിലും വോളർ ഇത് പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും നമ്മളെ ട്രോൾ ചെയ്യുന്നുള്ളൊരു രീതിയിൽ അത് ഇഗ്നോർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഡാർക്ക് സീസൺ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമൺ ഓഡിയൻസിന് കൺഫ്യൂഷനുള്ള കാര്യങ്ങളാണ്. ഗ്യാപ്സ് ഫില്ല് ചെയ്യുന്ന രീതിയിൽ എൻ്റെ തിയറീസും എൻ്റെ അസംഷൻസും ഒക്കെ ഞാനതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ടച്ച് ചെയ്യാതെ പോയ വേറെ പോയിൻറ്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് എന്ന് തോന്നുന്ന പോയിൻറ്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമൻസിൽ പറയൂ, നമുക്ക് അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ നടത്താം. അപ്പോൾ ഇറ്റ് വാസ് റിയലി നൈസ് ഗ്രോയിങ് വിത്ത് ദിസ് സീരീസ്. ഐ ഹാവ് ഗ്രോൺ സോ മച്ച് ഫോൺ ടു ദിസ് സീരീസ്. താങ്ക് യു സോ മച്ച് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ മൈ നെക്സ്റ്റ് വ്ലോഗ്.